എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആൻഡ് ദിസ് ഈസ് കോമഡി മാസ്റ്റേഴ്സ്. ഹലോ എവരിവൺ. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ടോടെ ഈ ഒരു ജോയ്ഫുൾ മൊമെന്റിൽ നമുക്ക് ടാസ്കിലേക്ക് പോയാലോ? അതല്ലേ നമുക്ക് എനർജി എന്ന് പറയുന്നത്. ആദ്യം തന്നെ നന്നായിട്ട് നമുക്ക് ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്ത ടാസ്കിലേക്ക് പോവാം. ഇത് കുറച്ചും കൂടെ നമുക്ക് ബുദ്ധി ഉപയോഗിക്കണം, നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കണം, കണ്ണുകൾ ഷാർപ്പായിരിക്കണം. ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ബുദ്ധിയും കണ്ണും ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ശ്രീവിദ്യനെയും ഡയാനെയും ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് ഈ വീഡിയോ വാളില്, നമ്മുടെ സെന്റർ വീഡിയോ വാളില് ഓരോ ഫോട്ടോ വരും. അത് ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരിക്കും കുട്ടികളുടെ. ആ കുട്ടികൾ ആരാന്നുള്ളതാണ് നമ്മൾ ഗസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ഫോട്ടോ കാണാം, നോക്കാം. അറിയാവുന്നൊരു വേഗം കൈമുക്കാം. ക്ലൂ ഉണ്ട്. അയ്യോ ഓക്കെ, അഖിലിന് കിട്ടി. ആരാകിലെ? കുഞ്ചാക്കോ ബോബൻ. ഞാൻ പറയാം, കീർത്തി സുരേഷ്. എല്ലാരും ശ്വേത ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഭഗതിന്റെ വൈഫാണെന്ന്. ആദ്യം കൈ പൊക്കിയത് അഖിലാണ്. അഖിൽ കുഞ്ചാക്കോ ബോബൻ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ നസ്രിയ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിയത്. നമുക്ക് നോക്കാം ആരാന്നുള്ളത്. ഓക്കെ, ആൻഡ് ദി കറക്റ്റ് ആൻസർ ഈസ് കണ്ണ്. പക്ഷേ അതെ എന്താണ്, പക്ഷെ ചാക്കോച്ചൻ നസ്രിയ ഭയങ്കര കൂട്ടാണ്. അതാണ് കൂട്ടായതുകൊണ്ട് ചായ വരും. കുഴപ്പമില്ല, നിനക്ക് ജയിക്കാനുള്ള അടുത്ത അവസരം തരാൻ പോവാണ്. അടുത്ത ഫോട്ടോ. അല്ല ഇത് മേനകേര മോള്. സുരേഷ് കുമാർ മോള്. അല്ലല്ല, രേവതിന്റെ അനിയത്തി. ഇവരാരും അല്ല, ഇത് ആന്റണിയുടെ വൈഫാണ്. അതും കറക്റ്റ്. Let's see if that's the right answer. Beautiful. അപ്പൊ കീർത്തി സുരേഷ് കറക്റ്റ് പറഞ്ഞു. ഇപ്പം ഒരു സ്കോർ വെച്ച് നോക്കുകയാണെങ്കിൽ 1:1 എന്നുള്ള രീതിയിലാണ്. മത്സരമാണോ? ആ, നമ്മളെല്ലാ ടാസ്കും മത്സരിക്കാണല്ലോ. എന്താ കുട്ടി ഏത് മത്സരം ആദ്യം പറയത്തോണ്ട് ഞാൻ ഇനി പോലെ പറയാൻ മത്സര ബുദ്ധി കാണിച്ചില്ലായിരുന്നു. സാരമില്ല. അടുത്തതാ മത്സരത്തിന്റെ അടുത്ത ചോദ്യം അതാ വരുന്നു. ഐഡന്റിഫൈ ദിസ് പേഴ്സണാലിറ്റി. മമിത ബൈജു ആണോ? ശരി, അടുത്ത പറഞ്ഞോ. തെക്കേക്കര ഭാവനയാണോ? ആർക്കും കിട്ടിയില്ല. ഒരു ക്ലൂ തരണം പ്ലീസ്. മലയാളി അല്ല. ഓക്കെ, വേറൊരു ക്ലൂ എന്ന് പറയുന്നത് വിജയുടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തൃഷ. അല്ല, ഓക്കെ, ശ്വേതജി പറയുന്നു ശ്രേയസരൻ. ഓക്കെ, ആൻഡ് അഖിൽ തൃഷ. ഓക്കെ, പക്ഷെ ആദ്യം ആരാന്നുള്ളത് നമുക്ക് നോക്കാം. തൃഷയാണോ അതോ ഈ കാണുന്നത് ശ്രേയ ശരൺ ആണോ? ലെറ്റ്സ് സീ. തൃഷ. അഖിലാണ് ആദ്യം പറഞ്ഞത്. സോ ഗുഡ് 2 മാർക്സ് ഉണ്ട് അല്ലേ നിങ്ങക്ക്? കുഴപ്പമില്ല. അടുത്ത എനിക്ക് തോന്നുന്നു യു ആർ ഗോണ സേ ഇറ്റ്. ലെറ്റ്സ് സീ. നോക്കാം. ആരെ പറയും? താഴെയുള്ളതാണോ മേളിലുള്ളതാണോ? താഴെ താഴേക്കുന്ന ആളുടെ മേളിലേക്കുന്ന ആളുടെ എനിക്കറിയാം. അതാരാ? ആ കൊച്ചിന്റെ ചേച്ചി. ഇത് ഇടവേള ബാബുച്ചേനാണോ? ആൺകുട്ടിയാണ്. സെക്കൻഡ് ക്ലൂ മലയാളിയാണ്. തേർഡ് ക്ലൂ ഒരു ഡയറക്ടറാണ്. ഡയറക്ടറാണോ? ജോസഫ്. അല്ലല്ല, ഡയറക്ടറാണ്. പൃഥ്വിരാജ് ആയിരിക്കും. അല്ലല്ല, മോളിലേക്ക് ഇന്ദ്രിയത്തല്ലേ ഇരിക്കാനുള്ള. അല്ല, ഇത് മാമന്റെ മോളായിരിക്കും. മാമന്റെ മോളെ നിനക്കറിയാം. വിനീത് ശ്രീനിവാസൻ ഒന്നല്ലേ? ശ്രീനിവാസന്റെ മോളിൽ ശ്രീനിവാസൻ ശ്രീനിവാസനിൽ എടുത്തോണ്ടിരിക്കാനൊക്കെ. ഒരു ക്രിസ്ത്യൻ ആണ്. ബേസിൽ ജോസഫ് അല്ല. ഓക്കെ, ഞാൻ ബേസിൽ ജോസഫ്. ലിജോ ജോസ് പല്ലിശ്ശേരിയാണോ? നമുക്ക് നോക്കാം. നോക്കാം. പുള്ളി അങ്ങനെയാണോ ഇരുന്നത്? അയ്യോ, ആണോ? ഇൻട്രസ്റ്റിംഗ്. ഒരു മാച്ച് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ 3-1-0. ഓക്കെ, ശരി. എങ്കിൽ നമുക്ക് അടുത്ത നോക്കാം. സിമ്പിൾ. മമിത ബൈജു. യെസ്. നെക്സ്റ്റ്. മമിത ബൈജു. ഓക്കെ, നെക്സ്റ്റ്. മമിത ബൈജു. നെക്സ്റ്റ്. മമിത ബൈജു. നോ. നെക്സ്റ്റ്. ഡേന, നീ ഒരു കാര്യം അനശ്വര രാജ് എന്ന് പറ. നിന്റെ ഒരു ഉത്തരമായിരിക്കാം ശരിയിലേക്ക് പോവാ. എന്നാ അനശ്വര രാജൻ. ശരി, നമുക്ക് നോക്കാം. ഇതിൽ ആരായിരുന്നു കൈ പൊക്കിയത് ആദ്യം? വ്യത്യാസം കേട്ടോ. മമിത ബൈജു പറഞ്ഞു. അപ്പൊ അതിന് നിങ്ങൾക്ക് തന്നെയാണ് പോയിന്റ്സ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ 4 ആയേ. അല്ല, ഞങ്ങൾ പറഞ്ഞു മമിത ബൈജു. പക്ഷെ അത് ആദ്യം അവരാ പറഞ്ഞേ. ഞങ്ങളടുത്ത് ചോദിച്ചിട്ടാണ് ഇത്ര ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ സ്കോർ നോക്കുവാണെങ്കിൽ അഖിലിനും ശ്രീവിദ്യക്കും 4 points, നോബിചേട്ടൻ ഡേന 1. ചേച്ചി പ്രമാണി ആയതുകൊണ്ട് ശരി. കുട്ടിക്കാലത്ത് ഒരു ഫോട്ടോ കൂടെ നോക്കാം. വാ, ഒരു ഫോട്ടോയും കൂടെ. അടിപൊളി. ഇത് ഓക്കെ, ഇത് അനശ്വര. മലയാളിയാണ്.
മലയാളിയാണ്. വലിയ ക്ലൂ ആയി പോയി. മലയാളിയാണ്. അല്ല വേറെ ക്ലൂ ഉണ്ട്. ചുമന്ന സോക്സ് ആണ് ഇട്ടേക്കുന്നത്. കയ്യിലെ ഒരു ഊത്തും ഉണ്ട്. അല്ല, കുറച്ചുകൂടെ ഒരു ക്ലൂ പറ. കസാറയിലാണ് ഇരിക്കുന്നത്. എടാ മലയാളിയാണ്, പിന്നെ സജീവമാണ്. അപ്പൊ മലയാളിയാണ്. സജീവമായിട്ട് അപ്പൊ നിമിഷ സജയനാണോ ഇനി? അല്ലല്ല. നിമിഷ. സജയനാണോ? ഞാൻ പറയട്ടെ, അല്ല. അനൂസിത്താര. ശരി, നമുക്ക് നോക്കാം ആരാന്നുള്ളത്. Let's see. ഡയാനയാണ് നോബി ചേട്ടന്റെ നിങ്ങളുടെ ആ ഒരു ടീമിന് പോയിന്റ് നേടിക്കൊടുത്തിരിക്കുന്നത്. 2 പോയിന്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ശ്വേ ചേച്ചിക്കുള്ളതാണ് ലാസ്റ്റ് ഒരു ഫോട്ടോ. ഓക്കെ, അയ്യോ എനിക്കറിയാം ചേച്ചി. റഹ്മാൻ Yeah. യാർ അല്ല റഖ. ഓ, അല്ലാറക്ക റഹ്മാൻ. சின்ன சின்ன ஆசை ആ சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்த வித்த ஆசை வெண்ணிலவு தொட்டு முத்து நனானா, நன்னனனனனா, നനനനനനാ. AR സൂപ്പർ. യെസ്, ലെറ്റ്സ് സീ ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം. പാട്ടൊക്കെ പാടിയതാണ്. ആ പാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് സത്യത്തിൽ AR റഹ്മാൻ, AR ഫുൾ ഫോം അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ ചേച്ചി ഇപ്പൊ പുതിയ അറിവ് അത്. എനിക്ക് സീരിയസ്ലി മനസ്സിലായി. അല്ലാറക്ക റഹ്മാൻ. അപ്പൊ എന്തായാലും നമ്മളിവിടെ ഇപ്പം കുട്ടിക്കാലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. കുട്ടികളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. Yes. അതുകൊണ്ട് ഈ സന്തോഷം നമുക്കൊരു സ്കിറ്റ് കണ്ട് സന്തോഷിച്ചാലോ? റൊമാൻസ് കിട്ടുക. അല്ല, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കിറ്റ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ചിൽഡ്രൻസ് പാർക്ക്. അതിനെക്കാട്ടിലും മുമ്പ് അവരെ എവിടെയാ കാണുന്നേ? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ എവിടെയെന്ന് ചോദിച്ചാൽ Labor room. പോവാം. ഓഹോ. ടീ മാസ്റ്റർ ബെർണാഡ് ഷാ, മുതലാളിക്ക് ഒരു ചായ ആദ്യമടി. ഈ മാസ്റ്റർ ബെർണാഡ് ഷായ. മോഷ്ടിക്കാനെത്തിയ കള്ളൻ വീട്ടിൽ വിലപിടിപ്പുള്ളതൊന്നും കാണാത്തത് കൊണ്ട് വീട്ടമ്മയെ ഉമ്മ വെച്ച് കടന്നു കളഞ്ഞു. സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. പേരിൽ തന്നെ സെയ്ഫുള്ള സെയ്ഫ് അലി ഖാന് കുത്തേറ്റോ? ഈ രാജ്യത്ത് സെയ്ഫ് അലി ഖാനും സേഫ്റ്റി ഇല്ല. ഈ രാജ്യത്ത് ആർക്കും ഒരു സേഫ്റ്റി ഇല്ല. അല്ലേ ബെർണാഡ് ഷാ? സത്യം പറഞ്ഞ് ബെർണാഡ് ഷാ, നമ്മൾ ഈ പത്രം നോക്കാതിരിക്കുകയാണ്. മൊത്തം തലവേദനയാണ്. കുത്തും വെട്ടും പിടിച്ചു പറയും, മൊത്തം തലവേദന. ഭാര്യ പ്രസവിച്ചു ലഡു. ഭാര്യ പ്രസവിച്ച ലഡുവാണോ? എവിടെ ഞാനൊന്നും കണ്ടു. സന്തോഷത്തിൽ ലഡു തരാൻ നോക്കുക. സന്തോഷത്തിന്റെ ലഡു എന്നാണല്ലേ? പ്രസവവാർഡിന് തൊട്ടപ്പുറത്താണ്. ഇവിടെ ഈ കട നടക്കുന്നുണ്ട്. ഇതേ ഉള്ളൊരു ഗുണം. ഡെയിലി 150 പ്രസവം നടക്കും. അപ്പൊ ആ സന്തോഷത്തിന് ഓരോരുത്തരും ലഡു കൊണ്ട് തരും. ഞാനത് അവിടെ വെക്കും. വൈകുന്നേരം ഏതെങ്കിലും പാർട്ടിക്ക് കൊടുക്കും. ചെലവില്ലാതെ നടക്കുന്ന ഒരു കച്ചവടം ഇതേ ഉള്ളൂ. അതുകൊണ്ടോടി ഇവനൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? ബോംബെന്ന് കൊണ്ടുവന്നേ ഞാന്. ബെർണാഡ് ഷാ. ഒരു സിഗരറ്റ് വേണമായിരുന്നേ. ബെർണാഡ് ഷാ, ഒരു സിഗരറ്റ് എടുത്തോടാ. കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ കുഴപ്പമില്ല. കുടിക്കാൻ കുഴപ്പമില്ലയോ? കുടിക്കാൻ പൈസ തന്നായിരുന്നോടാ? പൊന്നാരി വാവേ ചൂക്കിടിയേ ചേട്ടാ, ആളുകൾ കേക്കും. നാണക്കേട്. എന്തിനു നാണക്കേട്? പിന്നെ പോ. എന്റെ കുഞ്ഞിനെ നാട്ടുകാരെടുക്ക് വിളിച്ചു പറയുന്നത് ഞാൻ എന്താ നാണം കിടന്നത്? ഇടി ചൂക്കടി പൊന്നേ, പൊന്നാരി വാവേ, കിങ്ങണിയേ, പിന്നെ അച്ഛനൊരു ചവിട്ട്, അച്ഛനോട് പുറത്തോട്ട് വരുമ്പോ ചവിട്ടും. പോടുന്നു. അകത്ത് കിടന്നുകൊണ്ട് ചവിട്ടത്തില്ല. അത് ഒന്ന് പുറത്തു വരട്ടെ. നിന്നെ ചവിട്ടും തൊഴിക്കും എല്ലാം ചെയ്യും. ഇയാൾ ഈ പറഞ്ഞ എല്ലാം അതിനകത്ത് കിടന്നുണ്ട്. അത് കേൾക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം പറയാം. ഞാൻ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് കിടന്ന് ടെൻഷൻ അടിക്കരുത്. ഇച്ചിരി ഷുഗറൊക്കെ ഉള്ള ആളാ. എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്. എനിക്കെന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊരു ടെൻഷനും ഇല്ല മോളെ. ധൈര്യം. അതെ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അകത്തോട്ട് പോകുന്നതല്ലേ നല്ലത്. ആ, എനിക്ക് വേണ്ടൊന്നും. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു ബന്നെങ്കിലും കഴിച്ചിട്ട് അകത്ത് പോകും. കാര്യം അവിടെ ഒന്നും കിട്ടത്തില്ല വേറെ. ഒരു ബന്ന്, ഒറ്റ ബന്നെങ്കിലും കഴിച്ചിട്ട് അകത്തോട്ട് പോയാൽ അവിടെ കച്ചവടം നടക്കുന്ന കടയൊന്നും ഇല്ലേ? ഒരു ബന്ന്. ബണ്ണ് എനിക്ക് വേണ്ട. പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കുമോളെ. ഒരു കാര്യം ചെയ്യും, അച്ചപ്പം ഒരെണ്ണം കഴിച്ചാലോ? ഒരു അച്ചപ്പം മേടിച്ചേർത്ത്
ഒരു അച്ചപ്പം കഴിക്ക് ചക്കരെ. അച്ചപ്പം കഴിക്കും. ആ അച്ചപ്പം ഞാൻ പൊടിച്ചു തരാം. ഇച്ചിരി പാലും കൂടി ഇട്ടിട്ട് കുഴച്ചൊരു പൊടിച്ച് ഇങ്ങനെ തരാം. ഒരു അച്ചപ്പം പറയട്ടെ. അച്ചപ്പം എനിക്ക് വേണ്ട. അച്ചപ്പം വെച്ച ഗ്യാസ് വരും, വേണ്ട. എന്റെ മോളിച്ച് എന്ത് ഒരു കാര്യം ചെയ്യും, ഒരു പഴം കഴിക്കും. ആ പഴം കഴിച്ച് ഞാൻ കുട്ടിക്ക് നല്ല പഴോ? ഒരു പഴം, ഒരു പഴം എനിക്ക് വേണ്ട ഏട്ടാ. ഇത് ഞാൻ എങ്ങനെ ഞാൻ തിരികെ കൊണ്ട് കേട്ടോ? നീ ഓരോന്ന് പറയും, അവള് വേണ്ട വേണ്ടെന്ന് പറയും. പിന്നെ എന്തോരം സാധനം അവിടെ നശിച്ചു പോയെന്ന്. അതിന് ചേട്ടനോട് ഞങ്ങള് പഴം ചോദിച്ചില്ലല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞില്ലേ ഒരു ബണ്ണെങ്കിലും കഴിക്കാൻ. ഞാൻ 2 ബണ്ണ് എടുത്തോണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ല. കാണിക്കുന്നവര് ഞങ്ങൾ ഇതൊക്കെ അറിയണ്ടേ ഇതൊക്കെ? ഒരു കാര്യം ചെയ്യും, ഏതായാലും വന്നതല്ലേ. ഇത് ഞാൻ എങ്ങനെ തിരികെ അതിനകത്ത് കയറ്റും? ചേട്ടൻ എങ്ങനെയെങ്കിലും കയറ്റി വെക്ക്. അല്ല ചേട്ടൻ അങ്ങ് തിന്ന്. ചേട്ടാ എന്താന്നറിയാ ഇങ്ങനെയൊക്കെ ടെൻഷൻ കൊണ്ടാ ഞാൻ പൊന്നു പോലെ പൊന്നൂസിനെ നോക്കുന്നത്. ഓ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൊച്ചിനെ നടത്തിയല്ലേ ഇങ്ങോട്ട് വന്നത്? അത് ഗർഭിണിയല്ലേ, അതിനെ നടത്തിക്കൊണ്ടുവരാൻ പാടുണ്ടോ? അതെ, റോഡിലെ ഗട്ടറിനകത്ത് കടന്നേ പ്രസവിക്കാൻ എന്റെ ഭാര്യക്ക് താല്പര്യമില്ല. അല്ല അത് ശരിയാണ്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ മുഴുവൻ കട്ടറാണ്. നീ ആ വളവ് കണ്ടോ? ഇല്ല, കണ്ടില്ല. പലരും കണ്ടിട്ടില്ല. ആ വളവ് പലരും കണ്ടിട്ടില്ല. അവിടെ ഒരുപാട് അപകടം ഉണ്ടായിട്ടുണ്ട്. പൊട്ടക്കിണറിനേക്കാൾ വലിയ ഗട്ടറാണ് അവിടെ. ഈ കഴിഞ്ഞ ആഴ്ച 2 പ്രസവം അവിടെ നടന്നു ആ വളവില്. ദൈവമേ, സുമതി വളവെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു വളവാണത്. ഇതിന്റെ പേര് പ്രസവ വളവെന്നാണ്. ഗർഭിണികൾ അതുവഴി വന്നു കഴിഞ്ഞാൽ അവിടെ പ്രസവിക്കും, കട്ടറ വീട് പ്രസവിക്കും. നമ്മൾ അതുവഴിയല്ല വന്നത്. എന്തായാലും ഓ ഭാഗ്യം. ഞങ്ങൾ അതുവഴിയല്ല വന്നത്. അല്ലല്ലേ, അപ്പൊ രക്ഷപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം മറന്നുപോയി. ഇപ്പൊ പ്രസവം കഴിയും, അപ്പൊ സിസ്റ്റർ വന്ന് കൊച്ചിന്റെ പേര് എന്താന്ന് ചോദിക്കും. ഞാൻ ഗർഭിണി ആയ സമയം തൊട്ട് ചോദിച്ചോണ്ടിരിക്കുക കൊച്ചിന്റെ പേര് സെലക്ട് ചെയ്യുന്നു. ഇതുവരെ സെലക്ട് ചെയ്തില്ലല്ലോ. ചേട്ടാ ഞങ്ങൾ പേര് മറന്നുപോയി കേട്ടോ. പെട്ടെന്ന് നിങ്ങളുടെ പേര് മറന്നുപോയി. റേഷൻ കാർഡ് എടുത്തു. അതല്ലെന്ന്, കൊച്ചിനെ ഇതുവരെ പേര് ഞങ്ങൾ കണ്ടുവച്ചില്ല. അയ്യേ, കൊച്ചിന് പേരിട്ടില്ലേ? നീയൊക്കെ ഈ യുഗത്തിലാണോ ജീവിക്കുന്നത്? ഒരു പേര് പറഞ്ഞു ചേട്ടാ. നല്ലൊരു പേര് പറഞ്ഞു. ഞാനിവിടെ സത്യം പറഞ്ഞ ഞാൻ ഇതിന്റെ ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടോണ്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താ പേര്? പുരുഷൻ. പുരുഷന് ഇത് സ്ത്രീയ. അങ്ങനെ ആവുമ്പോഴല്ലേ ഈ അവസ്ഥയിൽ എത്തുന്നത്. അയ്യോ അതല്ല, എന്റെ പേര് പുരുഷൻ. ഓ, നിങ്ങളുടെ പേര് പുരുഷനാ? ഇത് ജലജ. ഇത് ജലജ. പുരുഷൻ ജലജ. ഇതെന്നാ പാല് കുടിക്കുക? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു. ആണാണെങ്കിൽ ജപ്പൂന്നിടൂ. ജലജയുടെ ചായ എന്റെ ജലജയുടെ ചായയും പുരുഷന്റെ. എന്നാ പിന്നെ തിരിച്ച് പൂജ നിട്ടൂടായോ? അന്നേരം ആദ്യത്തെ ആ ചിരി കിട്ടത്തല്ല ഇതിന്. അങ്ങനത്തെ അതാ കിട്ടില്ല. അത് കിട്ടും. ചേട്ടാ ഒരു നാടൻ പേര് മതി. അപ്പൊ ഈ ജപ്പു വേണ്ട, നാടൻ പേര് പറ. നാടൻ പേര്. നാടൻ. വീണ്ടും പഴം എടുത്ത് വായി. നാടൻ പേര് നാടവിര. നാടവിര. നാടവിരയാ? നാടനില്ലേ? എന്തുവാണ് ചേട്ടാ ഒരു കൊച്ചിനിടാൻ പറ്റുന്ന പേരാണ് നാടവിര എന്നൊക്കെ? പേരിനെ ഒരു ഗുമ്മ വേണം. ഒരു ഗുമ്മുള്ള പേര് പറ. ഗും വേണോ അല്ലേ? ഗും 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 ഗുമസ്തൻ. ഗുമ്മുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഗുമ്മും കിടപ്പുണ്ട്. ഒരു കൊച്ചിനിടാൻ പറ്റിയ പേരാണ് ആണെങ്കിൽ ഗുമസ്തൻ എന്നൊക്കെ എങ്ങനെ പേരിടുന്നേ? പേരിന്റെ ഫ്രണ്ടിൽ തന്നെ ഗും കിടക്കുകയല്ലേ, അപ്പൊ ആൺകൊച്ചാണ്. ഞാൻ അവിടെ കിടന്നോടെ ഏതെങ്കിലും പേര് സെലക്ട് ചെയ്തോ. അത് മതി. ചേട്ടാ എന്നാ പിന്നെ ഞാൻ ഇവിടെ അതിനകത്തേക്ക് കൊണ്ടാക്കിട്ട് പോയാ. അയ്യോ, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതറിയത്തില്ലേ? എനിക്ക് കയറാൻ പറ്റത്തില്ലേ? അത് പുരുഷന്മാർക്ക് കയറാൻ പറ്റത്തില്ല. നമുക്ക് കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച് അവിടെ എത്തിക്കാനേ പറ്റൂ. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കഷ്ടപ്പെടുന്നതിന് ഒരു വിലയില്ലാത്ത ഒരു സ്ഥലമാണ് ആ ഭാഗം. എന്നാലും വേണ്ടി ഞാൻ അവിടെ പറഞ്ഞ കൊണ്ടിട്ടോ. അപ്പോഴത്തേനും ഞാൻ നല്ലൊരു പേര് സെലക്ട് ചെയ്ത് വെക്കാം. ഒരു സിഗരറ്റ്. പൈസ തരാവേ.
എന്താ പരിപാടി ഇവിടെ? ഞങ്ങൾ മനസ്സിലായി അല്ല ഇവിടെ ഈ പരിപാടി ഒന്നും നടക്കാത്തില്ല. ചേട്ടാ ഞങ്ങൾ റീൽസ് എടുത്തോണ്ടിരിക്കുക. എന്ത് റീൽസ് ആയാലും ഇത് പിടിച്ചില്ല. എന്റെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ കോക്കാൻ പിച്ച കാണിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല. സോഷ്യൽ മീഡിയ റീൽസ് എടുത്ത് മില്യൺ അടിക്കുന്ന ആൾക്കാരാ. ആ ലവ് കപ്പിൾസ് അടിച്ചാൽ മതി വരും. അപ്പോഴേ വരും. എന്തോ അടിക്കുന്ന ആൾക്കാരാണ്. മില്യൺ മിന്നലടിച്ചോണ്ടാണോ നിന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്? മില്യൺ അടിക്കുന്നത്. എന്നിട്ട് നീ ചത്തില്ലയോ മിന്നലടിച്ചിട്ട്? അതെ, കോടിക്കണക്കിന് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നു ഞങ്ങളെ. നിന്റെ പേരെന്താണ്? മുരളി. അപ്പൊ നീയാണോ മിന്നൽ മുരളി? അല്ലല്ല, ഞാൻ മില്യൺ മുരളി. മില്യൺ മുരളി. എന്താ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്തോ മനസ്സിലായി? ഇവിടെ പ്രസവിക്കാൻ കൊണ്ടുവന്നത്. അതെ, അപ്പൊ ഞങ്ങൾ ഓരോ കണ്ടന്റ് എടുത്ത് അതിങ്ങനെ വീഡിയോ ആക്കിയിടും, ഞങ്ങൾക്ക് ലൈക്ക് കിട്ടും. പക്ഷെ ഇവിടെ നിന്നും പറ്റത്തില്ല. അങ്ങോട്ട് മാറി അങ്ങനെ ചെയ്താൽ മതി. ചേട്ടാ ഞങ്ങൾ സേവതരായിട്ട് വരെ മില്യൺ അടിച്ചിട്ടുണ്ട് കണ്ടാക്കിയിട്ട്. ആ അതും ലിപ് ലോക്ക്, അത് ഞങ്ങൾ തകർത്തു അല്ലേ? പിന്നെ ആദ്യ രാത്രി അത് 10 മില്യൺ അടിച്ചു. പിന്നെ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് 16 ലക്ഷം പേരാ കണ്ടത്. ഇനി ഇതും കൂടി ഇങ്ങോട്ട് പുറത്തു വരുമ്പോ ഞങ്ങളും അത് കണ്ടന്റ് ആക്കി അങ്ങോട്ട് ഇടുമ്പോ ഒരു 1000 മില്യൺ എങ്കിലും അടിക്കും. 1000 മില്യൺ അടിക്കും. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആദ്യ രാത്രി തൊട്ട് ഇതുവരെ എത്തുന്നതിന് ഇടയ്ക്കുള്ള ഒരു കണ്ടന്റ് ഉണ്ട്, അത് വീഡിയോ എടുത്തായിരുന്നോ? അയ്യ, അതൊക്കെ ആരെങ്കിലും വീഡിയോ എടുക്കും? ചെയ്യും. നിന്നെ പോലുള്ളവൻ അതും ചെയ്യും. ഒരു നാണോ മാനോ ഇല്ലാത്തവനാണ് നീ. അല്ല ചേട്ടൻ അങ്ങനെ കളിയൊക്കൊന്നും വേണ്ട. ഇപ്പൊ പ്രസവം വരെ സിനിമയാക്കിയിട്ടുണ്ട് നമ്മുടെ ശ്വേതാ മേനോൻ. ശ്വേതാ മേനോനാണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ. അതാണ് അല്ലേ? നിന്റെയൊക്കെ തല കളിമണ്ണാണ്. ആ കളിമണ്ണ് സിനിമയിലാണ് അങ്ങനെ കാണിച്ചത്. എന്തായാലും ചെയ്യും, പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറെ ആൾക്കാർ. ഇല്ല, ഫോൺ ചെയ്തോട്ടെ. ഒരാളെ വിളിച്ചത്. എന്നാ പിന്നെ ഞാൻ വീഡിയോ എടുക്കാം. ഹലോ ഹലോ. ആ ഹലോ. കിട്ടി. നോബി അല്ലേ? അതെ. മനസ്സിലായ? ഇല്ല. മനസ്സിലായില്ലേ? ഇല്ല. ശരേ, സൗണ്ട് കേട്ടോ മനസ്സിലായില്ലേ? ഇല്ല. ആരാണ്? പിന്നെ അത് ഷൂട്ടിലാണോ അവനെ? എടേ, ഞാൻ നമ്മള് കഴിഞ്ഞ ദിവസം ഉത്സവപ്പറമ്പിൽ വന്നില്ല, നിങ്ങൾ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേ യൂട്യൂബർ വന്നായിരുന്നു ഞങ്ങള്, ലവ് ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. മനസ്സിലായപ്പോ? ഇല്ല, എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ. നമ്മൾ ലവ് ബേഴ്സ് എന്ന് പറഞ്ഞ നമ്മള് യൂട്യൂബ് മില്യണൊക്കെ അടിക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞ. ഓക്കെ മനസ്സിലായി, പറഞ്ഞോ. അപ്പോഴേ എന്റെ ഭാര്യ ഇന്ന് പ്രസവത്തിന് കയറ്റിയേക്കാണേ. അപ്പൊ ഒരു ചെറിയ സഹായം വേണമായിരുന്നു. പൈസ വല്ലതാണ്? പൈസ ഒന്നും വേണ്ട. പിന്നെ എനിക്ക് എന്റെ ഭാര്യ ഇപ്പോൾ പ്രസവിക്കാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു ആശംസ വീഡിയോ വന്നാൽ. ഒരു ആശംസ വീഡിയോ. മുരളിയുടെ ഭാര്യ ഇന്ന് ഡെലിവറി ആവാൻ പോവുകയാണ്. അപ്പൊ അവക്ക് എല്ലാവിധ സുഖപ്രസവ ആശംസകൾ. സുഷമ്മയ്ക്ക് എല്ലാവിധ സുഖപ്രസവ ആശംസകൾ. നിങ്ങൾ വെച്ചിട്ട് പോയണോ? വെച്ചിട്ട് പോ. ഭയങ്കര ജാടയുടെ അവന്. നോക്കിയാണ്. ഏതെങ്കിലും പറമ്പിലിട്ട് പിടിക്കാൻ വാ. ആരെയാ വിളിച്ചത്? നോബി എന്ന് പറഞ്ഞ അയാളെ വിളിച്ചത്. കാര്യം എന്താ? ഒരു ആശംസ പറയാൻ വേണ്ടി. പ്രസവത്തിന് ഒരു ആശംസ പറയാൻ വേണ്ടി. ഭയങ്കര ജാട. കിട്ടിയില്ല. ആ കുട്ടിയകലിനെ വിളിച്ചുകൂടായിരുന്നു. കുട്ടിയകലിനെ വിളിച്ചുകൂടായിരുന്നു. കിട്ടുവന്നോ? ശ്രാദ്ധത്തിന്റെ ആശംസ, 16 അടിയത്തിനും ആശംസ. എല്ലാ ചീള് കേസും ഏണി വെച്ച് അവൻ കേറിക്കും. വേറെ സംഭവം അറിയോ? ഇവന്റെ ആശംസ ഇവൻ തന്നെ പറഞ്ഞിടും. ജന്മദിനത്തിലുള്ള ആശംസയെ എല്ലാം അവൻ തന്നെ പറഞ്ഞിടും. പെയിൻ വരുന്നേട്ടാ. 11:30 വരേണ്ട ഫ്ലൈനാണ്. അയ്യോ അതല്ല ചേട്ടാ, വേദന വരുന്നു. പെയിൻ എന്നാണോ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു പ്ലെയിൻ വരുന്നതാണ്. എന്റെ വൈഫിന് പെയിൻ വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഡെലിവറി എടുത്താലോ. അപ്പൊ അടുത്ത ഒരു പുതിയ ഡെലിവറിയുമായി ഞങ്ങൾ ഇത് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റത് പറ. വേദന ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. വേദന ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ പോട്ടെ. അയ്യോ ഒരു കാര്യം കൂടെ. ഇപ്പൊ പോസ്റ്റ് ചെയ്യല്ലേ? 7 മണിക്ക് പോസ്റ്റ് ഇട്ടാ മതി, അപ്പളെ റീച്ച് കിട്ടത്തുള്ളൂ. ഡെലിവറി ഞാൻ വേഗം വരാം. കണ്ടന്റ് ഉണ്ടാക്കിക്കോ. പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് വരാം. ഇത് ഹോം ഡെലിവറി സർവീസ് അല്ല. ചോദിക്കാൻ പോവാ കൊച്ച്. റീച്ച് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാടാ നിന്ന് കീച്ചുന്നത്? ഒരു തന്ത വൈഫ് നമ്മളെ കളിയാക്കി. ഒരു സിഗരറ്റ്. ചേട്ടാ ടെൻഷൻ. നിന്റെ ടെൻഷൻ അതേക്കാൾ വലിയ ടെൻഷൻ ആയിട്ടിരിക്കും. ഒരുത്തം വന്ന് ചറവറ സിഗരറ്റ് എടുത്തോണ്ട് പോവാ. ആരോടും ചോദിക്കുന്നില്ല, എടുത്തോണ്ടങ്ങ് പോവാണ്. ഞാനും കണ്ട ആളോട് പോകുന്നുണ്ട്. എവിടെ കണ്ടു? നല്ല പരിചയമുണ്ട്. എന്തോ ടെൻഷൻ അടിക്കേണ്ടത് കാര്യം. അഡ്മിറ്റ് ചെയ്തതിന്റെ ഒരു ടെൻഷനേ. ഒന്നും എല്ലാം ശിവപ്രസാദ് ആയിരിക്കും. അല്ല സുഖപ്രസാദ് ആയിരിക്കും. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കഴിഞ്ഞോടാ? ഇല്ല. എന്ത് പറ്റി? അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ഏതാ?
ജോൺ ഡോക്ടർ. എന്റെ ജോൺ ഡോക്ടറാണ്. ജോൺ ഡോക്ടറാണ്, ഒന്നും പേടിക്കാനില്ല. ഈ കാര്യത്തിൽ മിടുക്കനാണ്, നല്ല കൈപുണ്യമുള്ള പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. ആണോ? ഡെലിവറി ഒക്കെ നന്നായി. വേണ്ട, പലക്കൊല നീ ടെൻഷൻ അടിച്ച് കളയല്ലോ. ഒന്നാമത് എന്തേലും ഒരു കാരണം നോക്കിയാ ഉലിഞ്ഞു വീഴാനായിട്ട്. ഒരു സിഗരറ്റും നാരങ്ങ വെള്ളവും കൂടെ, ഒരു സിഗരറ്റും ഒരു നാരങ്ങ. ഹലോ, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എനിക്ക് അങ്ങോട്ട് എവിടെയോ കണ്ട് നല്ല പരിചയം. പൈസ തരാം, കുഴപ്പമില്ല. പൈസയുടെ പ്രശ്നമല്ല ഇതല്ല. കുറെ നേരമായല്ലോ. മാസ്ക് ഒന്ന് മാറ്റിയേ, മാസ്ക്. ഇപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്ന് സിഗരറ്റ് എടുത്തോണ്ട് പോകുന്നത്, അതാണ് ഞാൻ പ്രശ്നം. ജോൺ ഡോക്ടർ. അയ്യോ, ജോൺ ഡോക്ടർ. അപ്പൊ സാറെന്താ സാർ ഇവിടെ? സാറെന്തിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് സിഗരറ്റ് എടുത്തോണ്ട് പോകുന്നത് എന്തിനാണ്? ടെൻഷൻ കൊണ്ട്. എന്തിനാ ടെൻഷൻ കൊണ്ടാ ഞാൻ ബാക്ക് വെച്ച് തുടങ്ങി വന്നത്. സാറിന്റെ കാര്യം മനസ്സിലാക്കണം. ഈ നിൽക്കുന്ന രണ്ടുപേരുടെയും ഭാര്യമാര് സാറിന്റെ പേഷ്യന്റ് ആണ്. അറിയാം. അവർ സാറിനെ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. ആ സാർ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അവരുടെ കാര്യം എന്താവും? അതെ. അല്ല, ഇവർ രണ്ടുപേരെയും ഭാര്യമാര് മാത്രമല്ല, ഒരുപാട് ഭാര്യമാരോടെ ഉണ്ട്. സാറ് മിടുക്കനാണെന്ന് ഞങ്ങൾക്ക് അറിയാലോ. അവരുടെയൊക്കെ പ്രസവം ഞാൻ തന്നെയാണ് എടുക്കേണ്ടത്. 500 പ്രസവം ഞാൻ എടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇത് എന്റെ ഭാര്യ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഡെലിവറിക്ക് വേണ്ടി. അവളുടെ പ്രസവം എടുക്കാൻ എനിക്കൊരു ടെൻഷൻ. അതിന്റെ ടെൻഷനാണോ? ഡോക്ടർ ആയാലും ദൈവം തമ്പുരാനായാലും സ്വന്തം ഭാര്യ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ? അതാണ് പറയുന്നത്, അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂന്ന്. ഇതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? അതിനുത്തരം പറയേണ്ടത് ഞാനല്ല. ഇതെവിടെയും ഒന്ന് ചവിട്ടി നിർത്തണ്ടേ? ദാ നിൽക്കുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ ലാൽ ബാബു, അദ്ദേഹത്തിനോട് ചോദിക്കൂ. ഞാൻ ഇവിടെ നിർത്തി. ഇനി ഇതിനപ്പുറം വേറെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. കയ്യും കാലും മറയ്ക്കുന്നു. ഒരു സിഗരറ്റ് കൂടി. ഈ വിറക് വെട്ടി വെട്ടി ഞാൻ മരിക്കും. എനിക്ക് ഇതിന്നൊരു മോചനം ഇല്ലേ ഈശ്വരാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കോടാലി കൊണ്ട് വെള്ളത്തിടാം. അയ്യോ, എന്റെ കോടാലി വെള്ളത്തിൽ പോയേ. അയ്യോ, എന്റെ കോടാലി വെള്ളത്തിൽ പോയേ. എന്റെ കോടാലി വെള്ളത്തിൽ പോയി. അതുകൊണ്ട് ഇനി ജോലി ചെയ്യണ്ട. വത്സ, എന്താ വിഷമിച്ചിരിക്കുന്നത്? ഇതാരോ? ജലദേവതയോ? ജലദേവതയല്ല, നിങ്ങളുടെ ഭാര്യ ജലജ. ഞാൻ അവിടെ തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോ കണ്ട് നിങ്ങൾ എന്തോന്ന് മനുഷ്യടുത്ത് വെള്ളത്തിലിട്ടത്. ഞാൻ ഒന്നും എടുത്ത് വെള്ളത്തിലിട്ടില്ലല്ലോ. ഞാൻ കണ്ട് എന്റെ അപ്പൂപ്പനെ കോടാലി എടുത്ത് നിങ്ങൾ വെള്ളത്തിലിട്ടില്ലേ? എന്റെ ദേശം കണ്ടത്തൊന്നും നിന്റെ അപ്പൂപ്പനെ എടുത്ത് വെള്ളത്തിലിട്ട്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കോടാലിയാണിത്. അതും ജലദേവത തന്ന കോടാലി. ഏത് കോടാലി വെള്ളത്തിൽ പോലും എടുത്തോടുക്ക. ഓരോരോ ജലദേവതമാരുണ്ട്. ഇവളെ കൊണ്ട് തലവേദനയായല്ലോ. എങ്കിലേ ആ കോടാലി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കോടാലി തൈരെടുത്ത് നെച്ചിയിൽ അങ്ങ് തേച്ചാ മതി. തലവേദനയ്ക്ക് നല്ലതാ. മര്യാദയ്ക്ക് വെള്ളത്തിൽ പോയി എന്റെ കോടാലി എടുത്തോണോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലു. ഈശ്വര, ഇവള് പറഞ്ഞ പോലെ ചെയ്യുന്നവളാ. എടാ രാമു, എന്താണ് നീ നിന്റെ ഭാര്യയായിട്ട് ഭയങ്കര ബഹളം? ഞാൻ മണല് വരച്ചോണ്ടിരിക്കുമ്പോ കേട്ട്. എടാ, നീ എല്ലാം കേട്ടോടാ? കേട്ട്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അതെന്താ? വെള്ളത്തിന്റെ അടിയിക്കുമ്പോ വല്ലത് മനസ്സിലാവോ? അങ്ങ് ബ്ലും ബ്ലും കേട്ട്. രണ്ടുപേരെ അടിയുണ്ടാക്കിയെന്ന് മാത്രം മനസ്സിലായല്ലേ? ഞാൻ ഈ വീട്ടിലെ അടിമയെ പോലെ ജോലി ചെയ്ത് മടുത്ത്. അപ്പൊ നീയാണ് ഈ അടിമക്കണ്ണ്. എടാ, ഞാൻ ഈ വീട്ടിലെ വിറക് വെട്ടി മടുത്ത്. ഞാനപ്പോ ആ കോടാലി എടുത്ത് അങ്ങ് വെള്ളത്തിട്ടു. അപ്പൊ അവള് പറയുവാണ് അതവളുടെ അപ്പൂപ്പന്റെ കോടാലിയാ, എടുത്തു കൊടുത്തേ പറ്റുമെന്ന് ഒരേ വാശി. അപ്പൊ വെള്ളത്തിൽ മുങ്ങി അത് എടുത്തു കൊടുക്കണം. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. ഡ്യൂപ്ലിക്കേറ്റ് എണ്ണം വാച്ച് കെട്ട്. എടാ, ഞാൻ തൃശ്ശൂർ പൂരത്തകപ്പെട്ടാലും അവളെന്നെ കണ്ടുപിടിക്കാൻ പോണില്ല. പക്ഷെ ആ കോടാലി ഉണ്ടല്ലോ, ഈ ലോകത്ത് എവിടെ കണ്ടാലും കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. എടാ, നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം, വെള്ളത്തിൽ ചാടാം, പക്ഷെ ഇതിന് ചെലവുണ്ട്. എടാ, നിനക്കൊരു ജീവനെക്കാട്ടിലും വലുതാണോടാ പൈസ? ആരുടെ ജീവൻ? എന്റെ ജീവൻ. ഞാൻ വെള്ളത്തിൽ ചാടി എടുത്തു തരാം, കരയണ്ട. എന്താ
എന്താ മനുഷ്യ കോടാലി എടുത്തില്ലേ? ആദ്യം നിന്റെ നാക്കെടുത്തകത്തിടും. എന്റെ കൂട്ടുകാരൻ മണികണ്ഠ എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. എടാ മണികണ്ഠ, കോടാലി കിട്ടിയോടാ? കിട്ടി കിട്ടി. ആരിവൻ ആരിവൻ കള്ളം തൂക്കി പോയിടുന്നു, പൈതൽ പോലെ തോളും മേലെ നിന്നെ തൂക്കി പോയിടുന്നു. ഇതാര് ബാഹുബലിയ? അല്ല, കോടാലി കിട്ടിയില്ല, പകരം ഈ ആട്ടുകല്ല് കിട്ടി. ആട്ടുകല്ലല്ലടാ, ആട്ടുകല്ല്. ഈ ആട്ടുകല്ല്, അയ്യോ ഇതെന്റെ കാണാതെ പോയ ആട്ടുകല്ല്. ഇത് നിങ്ങളുടെ ആട്ടുകല്ലാണോ? ആ, അവിടെ എന്നെ ആട്ടാതെ അതിങ്ങോട്ടിട്, ഞാൻ ഇത് കൊണ്ട് വെക്കട്ടെ. അയ്യോ എടാ, നീ എന്തോ പണിയാണ് കാണിച്ചേ? എന്താ കളിയാ? ഞാൻ ഈ വീട്ടിൽ നിന്ന് അരിയാട്ടാൻ പഠിച്ച് ആട്ടുകല്ലെടുത്ത് വെള്ളത്തിട്ടപ്പോ അത് പൊക്കിക്കൊണ്ട് വന്നേക്ക. നീ ഇനി ഒരു കോടാലി എടുക്കണ്ട, ഒരു കുന്തം എടുക്കണ്ട. കുന്തത്തിന്റെ കാര്യം പറഞ്ഞോ? കോടാലിയുടെ കാര്യമല്ലേ പറഞ്ഞേ? ആരോട് പറയാൻ? എന്നോട് പറ. എന്നാ നീ പോയി കോടാലി എടുത്തോണ്ടോ? ഇപ്പൊ കൊണ്ടുവരാം, ഒരു സെക്കൻഡ്. ദാമുവേട്ടാ, മണികണ്ഠൻ എവിടെ? മണികണ്ഠൻ കോടാലി എടുക്കാൻ പോയി. ദാമുവേട്ടാ, നമ്മുടെ ആട്ടുകല്ല് കിട്ടിയില്ലേ? അരി വെള്ളത്തിൽ ഇട്ടായോ? ഇനി ആട്ടി ആട്ടി എന്റെ നടുവോടിയല്ലോ ഈശ്വരാ. എടാ മണികണ്ഠ, കോടാലി കിട്ടിയോ? ആ കിട്ടി. അമ്മിക്കല്ല് അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്, നിങ്ങളുടെ അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്. അമ്മിക്കല്ല് അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്, നിങ്ങളുടെ അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്. വെള്ളത്തിനടിയിൽ നിന്നും ഞാൻ പുല്ലുപോലെ കൊണ്ടുവന്ന്, വെള്ളത്തിനടിയിൽ നിന്നും ഞാൻ പുല്ലുപോലെ കൊണ്ടുവന്ന്. അമ്മിക്കല്ല് അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്, നിങ്ങളുടെ അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്. അമ്മിക്കല്ല് അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്, നിങ്ങളുടെ അമ്മിക്കല്ല് എനിക്ക് കിട്ടിയ അമ്മിക്കല്ല്. അയ്യോ, ഇതെന്റെ കാണാതെ പോയ അമ്മിക്കല്ല്. അതിങ്ങോട്ട് താ. ഈ അമ്മിക്കല്ലിനും ഉണ്ടൊരു കഥ, പറയട്ടെ? ആ മുടിഞ്ഞ കഥ എനിക്ക് കേൾക്കണ്ടായേ, ഒന്ന് കൊണ്ടുപോയി വെക്കോ? എടാ പണിയണ്ട, നീ എന്തോ പണിയാണോ കാണിച്ചേ? എന്താ അളിയാ? എടാ, കഴിഞ്ഞ ജന്മം നീ എന്റെ ശത്രു ആയിരുന്നാടാ. അതെന്നാ അളിയാ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പഠിച്ച് ഓരോ സാധനം എടുത്ത് വെള്ളത്തിടും, നീ അതും പൊക്കിക്കൊണ്ട് വരണം. അപ്പൊ നീ ജോലി ചെയ്യാൻ പഠിച്ചിട്ട് ഇത് എറിയുന്നല്ലേ? ഇതിലല്ലേടാ സ്ഥിരം എന്റെ അരപ്പ്. എടാ, നീ എന്താടാ മുണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന? എടാ, ഞാൻ പറഞ്ഞില്ലേ നല്ല അടി ഒഴുക്കുള്ള സ്ഥലമായിരുന്നു, അതിന് അടിയിലുള്ള എല്ലാം ഒഴുകിപ്പോയി. എടാ, ഒരു വല കാണുമോ? എന്തിനാടാ? ഇവിടെ ഇങ്ങനെ ചുറ്റി കെട്ടാനാ, ഇനി ഇതും കൂടെ ഒഴുകി പോകാനുള്ളൂ. എന്താ മണികണ്ഠാ, എന്റെ അപ്പൂപ്പന്റെ കോടാലി ഇതുവരെ കിട്ടിയില്ലേ? എന്റെ അപ്പൂപ്പന്റെ കോടാലി ഞാൻ എടുത്തോണ്ട് വരാം. ഇവിടെയൊക്കെ ഇങ്ങനെയാണോ സഹിക്കുന്നത്? എടാ, അടിയൊഴുക്കുള്ള സ്ഥലമാണ്, സൂക്ഷിച്ചു പോണേ. ആ ഒഴുക്കിൽ അങ്ങ് ഒഴുകി പോയാ മതിയായിരുന്നു. ദാമുവേട്ടാ, കഞ്ഞി ആയിട്ടുണ്ട്. എന്നാ പിന്നെ ഇനി കഴിച്ചിട്ടാവാം. കഴിക്കാനല്ലേ പറഞ്ഞേ? അമ്മിക്കല്ല് കിട്ടിയില്ലേ? പോയി ചമ്മന്തി അരക്കേ. ഈശ്വര, ഇത്ര നാളെന്നെ നടി പൊടിഞ്ഞ്, ഇനി അരച്ച എന്റെ കൈയും കൂടി ഓടിയല്ലോ. എടാ മണികണ്ഠ, കോടാലി കിട്ടിയാടാ? ആ കിട്ടി കിട്ടി. എടുത്തിട്ട് അലക്കല്ലായിരിക്കും. ഒരെണ്ണത്തിന്റെ പകരം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതെന്തോന്നു, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയോ? ഹായ്, ഇതെന്റെ കളഞ്ഞു പോയ അപ്പൂപ്പന്റെ കോടാലി. അപ്പൊ ഇതാരുടെ കോടാലി? ഇതെന്റെ അച്ഛന്റെ കോടാലി. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായല്ലോ? കോടാലി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ പോയിക്കോട്ടെ? അതെ, മണികണ്ഠ ഒന്ന് നിന്നാട്ടെ, ഇത് രണ്ടുപേരും ഒന്ന് പിടിച്ചാട്ടെ, ഇനി ഈ കിടക്കുന്ന വിറക് മൊത്തം ഒന്ന് വെട്ടിയാട്ടെ. എന്തോന്ന് ഈ വിറക് വെട്ടാൻ? മണികണ്ഠ, നമുക്ക് കിട്ടിയ പണി കണ്ട.
മുത്തേ നിനക്ക് ഇത്തിരി സൗന്ദര്യം കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിന്റെ അഹങ്കാരവും നിനക്കുണ്ട്. ചില പുതിയ തരം ഇലക്ട്രിക് സ്കൂട്ടർ കാണുമ്പോ അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ തുമിച്ചങ്ങ് നിൽക്കും, ഇടിച്ചു നിൽക്കും, ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് പുക വിടും. ഞാൻ കാണുന്നുണ്ട്. അടി രാവിലെ തന്നെ മുത്തിനെ മര്യാദ പഠിപ്പിക്കായിരിക്കും. ഇല്ലടാ, രാവിലെ മുത്തിന് ഞാൻ ഐറ്റം ഡാൻസ് പഠിപ്പിക്കുന്നു. എന്റെ ബൈക്കിനെ ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് നോക്കുന്നത്. നീ അല്ലടാ നിന്റെ ബൈക്കിന്റെ ഫ്രണ്ട് മൽകാട് ബാക്ക് മൽകാട് ഇളക്കി കളഞ്ഞിട്ട് ബാക്ക് സീറ്റും പൊക്കി വെച്ച് പെണ്ണുങ്ങളെ പട്ടം പറത്തും പോലെ കൊണ്ടുപോകണത്. നിനക്കെന്താണ് കുഴപ്പം? എന്റെ വണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയ 4 ആൾക്കാർ നോക്കണം, കണ്ണെടുക്കാതെ നോക്കണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കണ്ണെടുക്കാതെ നോക്കണം. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ജുവലറി കയറിയിട്ടേ നല്ല കുറച്ച് സ്വർണ്ണമാല വാച്ച് ഫ്രണ്ട് ഏതെങ്കിലും ടെക്സ്റ്റൈൽസ് കയറിയിട്ട് ഒരു പട്ടുസാരി വാച്ച് നിന്റെ ബൈക്കിൽ അങ്ങ് ചുറ്റി കൊടുക്കണം. അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കും. ഇങ്ങനെ ഞാനൊരു തമാശ പറഞ്ഞാടാ, സ്നേഹം കാണിക്കാൻ. ഞാൻ വേറെ കാര്യം പറയുന്നത്, എനിക്കൊരു ജോലി കിട്ടി. നിനക്ക് ജോലി കിട്ടത് നന്നായി, ഇല്ലെങ്കിൽ എനിക്ക് ജോലിയാവും. അതിലൂടെ നാളെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകും. അപ്പൊ എന്റെ വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം. അപ്പൊ 2 ദിവസത്തേക്ക് നിന്റെ ഈ മുത്തിനൊന്നും എനിക്ക് തരും. എന്റെ മുത്തിനെ? അല്ല, നിനക്ക് എന്താണ് ജോലി കിട്ടിയത്? എടാ, ഈ സർക്കസിൽ മരണക്കിണറില്ലേ, അതിനുള്ളിൽ ഇങ്ങനെ കിടന്ന റൗണ്ട്. മരണക്കിണറാ? സംഭവം ഒന്നല്ല, അതില് 4 ബൈക്ക് ഒരു മാരുതിക്കാരും, അതിലാണ് കൂടെ നിന്റെ ഈ മുത്തിനെ കൊണ്ട് നീ കൂടുതൽ സംസാരിച്ചാ നിന്നെ ഒറ്റ അടിക്ക് ഇവിടെ ഇട്ട് ഇങ്ങനെ വണ്ടി തരില്ലേ? വണ്ടി തരൂല. ഉറപ്പാണോ? ഉറപ്പാണ്. വണ്ടി തരില്ലേ? തരൂല. എടാ, ഞാനൊരു പ്രാക്കുപുരാഗി എങ്ങനെയല്ലേ പണി എവിടുന്ന് വരാന്ന് പറയാൻ പറ്റില്ല. പണി ഒരു പണിയില്ലായിരിക്കല്ലേ, നീ പ്രാവി ഇറങ്ങി വരാൻ. ഇവന്റെ ബുള്ളറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് ഇവന് എന്തെങ്കിലും ഒരു കേസ് വരണേ. അല്ല, ഈ സാറും ഈ കൈനോട്ടക്കാരും കൂടെ എങ്ങോട്ട് പോകും? കൈനോട്ടക്കാരോ? ആരുടെ കൈനോട്ടക്കാരി? ഞാനേ ഫോറൻസിക് ഉദ്യോഗസ്ഥ ലെൻസിമോൾ. വന്ന കാര്യം ഞാൻ പറയാം. നമ്മുടെ സിമിത്തേരി ജംഗ്ഷനിൽ വെച്ച് ഒരു ബുള്ളറ്റ് ഒരുത്തിനെ ഇടിച്ചിട്ടു. എന്നിട്ട് വളരെ വിദഗ്ധമായി അവൻ നിർത്താതെ അങ്ങ് പോയി. ആ ബുള്ളറ്റ് തിരക്കി വന്നെയാണ് ഞങ്ങള്. മനസ്സിലായല്ലോ? ഞാൻ എല്ലാ പൊക്കും ഞാൻ തെളിവുണ്ടാ, തെളിവ്. കറുത്ത ബുള്ളറ്റ്, എന്റെ മുത്തിന്റെ അതേ നിറം. കറുപ്പാവണം, കറുപ്പ് വേണല്ലോ. 2016 മോഡല്. എന്റെ മുത്തിന്റെ അതേ ബർത്ത്ഡേ. സാറേ, ഒത്തുവരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ബൈക്കിന് എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്. ഇതിന്റെ ബാക്കിലൊരു ഏരിയയിലുണ്ട്. ഇതാണ് കുഴപ്പം. എന്റെ മുത്ത് എന്ത് ചെയ്താലും അതിനെ അനുകരിക്കാൻ വേണ്ടി ഓരോ ബുള്ളറ്റ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സാറേ, എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്. ഈ ബുള്ളറ്റിന് ഒരു ഹെഡ്ലൈറ്റും 4 ഇൻഡിക്കേറ്ററും ഒരു പെട്രോൾ ടാങ്കും ഉണ്ട്. ബൈക്കിനും ഇല്ലേ? ആ നമ്പർ എന്ന് പറഞ്ഞേ. വണ്ടി നമ്പർ, ബുള്ളറ്റിൻ നമ്പർ പറ. വണ്ടി നമ്പർ KL9. അതിപ്പോ എല്ലാ വണ്ടിക്കുണ്ട്. AL അത് പറഞ്ഞിട്ടുണ്ട്. 40 31. എന്താ പറഞ്ഞ? 31. 31? ഒന്നുകൂടെ പറഞ്ഞ. KL9 AL 40 31. പിടിച്ചു മോനെ, പിടിച്ചു. എന്റെ പ്രാക്ക് ഫലിച്ചു. ഇതാണ് ബുള്ളറ്റ്. സാറേ, എന്റെ മുത്തിന്റെ നമ്പർ ഇങ്ങനെ അല്ല. മുത്തിന്റെ നമ്പർ ഇങ്ങനെയാണ്. എന്റെ മുത്ത് ഇതല്ല. ഇതാണ് നിന്റെ മുത്ത്. ഒന്നോളാ ഞാൻ. ഒരു കാര്യം ചെയ്യ്, ആ നമ്പർ ഒത്തു നോക്കിയേ. ബുള്ളറ്റിന്റെ നമ്പർ ഒത്തു നോക്ക്. കേറ്റുകൂടാന്ന് ഞാൻ പളക്കാൻ കേറ്റും. അതെന്തിനാ അങ്ങനെ നോക്കുന്നത്? ഇങ്ങനെ നോക്കിയാ പോരാ, വ്യക്തമായിട്ട് കാണാലോ. എന്തിനാ ഈ ലെൻസിന്റെ ഉള്ളിലൂടെ നോക്കണേ? ഈ ഞങ്ങൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരാണല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ഈ ലെൻസിലൂടെ നോക്കിക്കണ്ട കാര്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഞാൻ ഈ 3D സിനിമകൾ പോലും ഈ ലെൻസിലൂടെ നോക്കി കാണും. എവിടുന്ന തെളിവ് കിട്ടിയെന്ന് അറിയാവോ? നമ്മുടെ സിമിത്തേരിയുടെ വളവിലെ ക്യാമറയെന്ന്. സെമിത്തേരിയുടെ വളവില് ട്രാഫിക് ക്യാമറ അതിനകത്തുനിന്നാ കിട്ടിയേക്കുന്നത്. എന്റെ പൊന്ന് സാറേ, അവിടെ നിന്നാണെങ്കിൽ ആ ക്യാമറ വർക്കാവൂല. എന്നറിയാം. എനിക്കറിയാം. ഞാൻ ഒരു 8 പ്രാവശ്യം അതൊരു ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ടുണ്ട്. എന്നെ ഇതുവരെ പറ്റി അടിച്ചിട്ടില്ല. ട്രാഫിക്കിലെ ക്യാമറ വർക്ക് ചെയ്യാത്തുള്ളൂ. തൊട്ടടുത്ത റഫീഖിന്റെ കടയുണ്ടല്ലോ, അവിടുത്തെ ക്യാമറ നന്നായി വർക്ക് ചെയ്യും. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഈ കേസിന്റെ തുമ്പ് കിട്ടിയത്. ഞാൻ പൊക്കുവാടാ, ഞാൻ പൊക്കും. ലെൻസി, ഈ ബൈക്കിന്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഭാഗത്ത് ഫിംഗർ പ്രിന്റ് കാണും. ഫിംഗർ നോക്കി ചെക്ക് ചെയ്ത് നോക്ക്. വേഗം നോക്ക്. പിന്നെ പൊക്കുവാടാ, പിന്നെ പൊക്കും. ലെൻസ് പൗഡർ എടുത്ത് കഴിഞ്ഞു. ഇനി നീ പുറം ലോകം കാണൂലടാ. നീ പുറം ലോകം കാണൂല. നീ ലെൻസി, നീ എന്തോ കാണിക്കുന്നേ? നീ എന്തോ
അങ്ങനെ താറാവിനെ വിളിച്ച് കയറ്റാൻ വേണ്ടി ഇത് കൂട്ടനാടല്ല ഇത്. അതല്ല സാറേ, ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് എങ്ങനെയുണ്ട്? എന്റെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്യേണ്ടി അയച്ചതാ. ഇത് മൊത്തം കുളവാക്കും ഇത്. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? കൈരേഖ പരിശോധിക്കാനാണോ? കൈരേഖ ഉണ്ടോ നോക്കാൻ ഓക്കേ പറ്റും സാർ, നോക്ക്. ഓക്കേ. കിട്ടി സാറേ, കിട്ടി. കിട്ടിയാ? കിട്ടി. എന്ത്? കിട്ടി, കിട്ടി. തെളിവ് കിട്ടി. സാറേ കണ്ടോ? എന്താ ഇത്? മാംസ കഷ്ണം. മാംസ കഷ്ണം. കൊലപാതക ശ്രമം, കൊലപാതക ശ്രമം. സാറേ സാറേ ഇങ്ങട് ഞാൻ ഒന്ന് നോക്കട്ടെ. എന്റെ പൊന്ന് സാറേ, ഇത് നിങ്ങൾ വിചാരിക്കുമ്പോഴൊന്നും അല്ല. ഇന്നലെ ഞാൻ 1 കിലോ ബീഫ് വാങ്ങിയിൽ തൂക്കിയിട്ടുണ്ടോന്ന് അതിലൊന്ന് വിടുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാറേ ഇത് ഇവന് വെറും സംശയം മാത്രാണ്. പക്ഷേ ഈ ലെൻസിമൊക്കെ ഉറപ്പാണ് ഇത് മനുഷ്യന്റെ മാംസം തന്നെയാണ്. ഈ ലെൻസ് ഒരിക്കലും കളവ് പറയില്ല. ലെൻസി പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. ലെൻസി ഐ ലവ് യു. താങ്ക് യു സാർ. അയ്യോ സാറേ, MBD ക്യാമറയുടെ പെറ്റി പോരായിട്ടാണ് സാറ് ഈ 8ന്റെ പടിയായിട്ട് വന്നിരിക്കണത്. നിങ്ങളെ എന്താ ഇതെന്നായി പറയുന്നേ? സാറേ ഈ MVD ഫോട്ടോഷോപ്പ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഇന്നലെ എനിക്കും കിട്ടിയൊരു പറ്റി. എന്റെ വണ്ടിയിൽ പിറകിൽ ഹെൽമെറ്റ് ഇല്ലാത്തൊരു പെണ്ണിന്റെ ഫോട്ടോ സഹിതം എനിക്ക് പറ്റി വന്നു. ഏത് പെണ്ണ്? എനിക്കറിയില്ല, ഏതോ ഒരു പെണ്ണ്. നിങ്ങളൊക്കെ ഞങ്ങൾ എന്തുമാത്രം പറ്റിച്ചേക്കുന്നതാ. എടാ സ്വന്തം ബെൽറ്റ് എടുത്തിട്ട് സീറ്റ് ബെൽറ്റിന് വരെ ഇങ്ങനെ ക്രോസ് ഇട്ട് പോയി ഇടിച്ച് ആക്സിഡന്റ് പറ്റിയ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാവോ? സാർ അങ്ങനെ MBD അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട. കഴിഞ്ഞ ആഴ്ച എന്റെ അളിയൻ കാർ ഓടിച്ച് പോയപ്പോ ചെവി ഒന്ന് ചൊറിഞ്ഞ് ഇങ്ങനെ ചരിഞ്ഞ് അപ്പൊ തന്നെ അളിയന് പറ്റി വന്നു. എന്തിന്? മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ നമ്മൾ കാർ ഓടിക്കുമ്പോ ചരിയാൻ പാടില്ല. ചരിഞ്ഞ അപ്പൊ വരും പെറ്റി. അങ്ങനെയാണെങ്കിൽ ലാലാട്ടിന് കിട്ടുമല്ലോ ഒരുപാട് പറ്റി കാർ ഓടിച്ചതിന്. ലാലേട്ടന് പെറ്റി കിട്ടൂല. ലാലേട്ടന് ഉറപ്പായിട്ട് പെറ്റി കിട്ടൂല. എടാ അതിനാണ് ആന്റണി പെരുമ്പാവൂരെ ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരിക്കണം, മനസ്സിലായ? എടേ നിങ്ങൾ MBD ഒക്കെ കളിയാക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അല്ല സാറേ, എനിക്കൊരു സംശയമുണ്ട്. ഈ ബാറിന് അനുമതി കൊടുക്കുന്ന ആരാണ്? സർക്കാർ. ഈ ബിവറേജിൽ മദ്യം സപ്ലൈ ചെയ്യുന്ന ആരാണ്? അത് സർക്കാർ. നമ്മൾ മദ്യപിച്ചിട്ട് പുറത്തോട്ടിറങ്ങുമ്പോ നമ്മളെ പിടിക്കുന്ന പോലീസ് അതാരുടെയാണ്? അത് സർക്കാരിന്റെ. നിങ്ങൾ എന്നെ മദ്യം തന്നിട്ട് നിങ്ങൾ എന്നെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? ഈ ബാരി വരുന്നവര് കുമ്പസാരിക്കാനല്ല വരുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായ? സർക്കാരിന്റെ ഖജനാവ് വീർപ്പിക്കണ്ടേ, മനസ്സിലായ? അപ്പോ ഈ MBD എന്ന് പറഞ്ഞാലേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, പിന്നെ മനുഷ്യരെ വടിയാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നാക്കും. സാറേ അവൻ അനാവശ്യ കാര്യം പറഞ്ഞിട്ട് സാറിനെ വടിയാക്കാണ്. അവൻ ഇപ്പൊ തന്നെ പിടിച്ച് ഇപ്പൊ തന്നെ തൂക്കിക്കൊല്ലു സാറേ. കറക്റ്റ് അല്ലേ? വണ്ടി നമ്പർ കറക്റ്റ് അല്ലേ? ഇവനെ ഈ ബൈക്ക് കൊണ്ട് എത്രയും പെടുന്നത് കസ്റ്റഡി എടുക്ക്. ഹലോ പറയണി, എന്തോന്നെ വെച്ചാ? എനിക്ക് പറ്റിയാ മദ്യവെച്ച് വാഹനം ഓടിച്ചാനാ? എത്ര രൂപ? 10,000 രൂപ. സാറിന് പറ്റി വന്നാ? അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയാലാ? എവിടെ? കോടതിയിലോട്ട്. എന്തിന്? സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കേ. ലെൻസി എന്തോ ഞാൻ പെട്ട് ലെൻസി. ഗൈസ് അടുത്ത സർപ്രൈസുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സർപ്രൈസ്. ആദ്യം നമ്മൾ തുടങ്ങിയപ്പം കുറെ കുട്ടിക്കാലത്തെ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് കണ്ടു. ഇപ്പോഴും ഒരു ചെറിയ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താന്നുള്ള പറയട്ടെ? വീഡിയോ കോളിലേക്ക് നോക്കിക്കോ. നമ്മുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് ഒക്കെ ഞാൻ തപ്പിയെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആദ്യത്തെ ഫോട്ടോ നോക്കാം, എന്നിട്ട് ഇതാരാന്ന് ഗസ് ചെയ്യണേ. എഴുതി ഒപ്പിട്ട് വെച്ചേക്കുന്നത് ആരാണ്? വെരി ബ്യൂട്ടിഫുൾ ഫേസ് ഷേപ്പ് എവരിതിങ്. ശ്വേതാജി നല്ല കണ്ണ് ചേച്ചി, നല്ല കണ്ണ്, നല്ല തലമുടി കെട്ട അറിഞ്ഞൂടെ അമ്മയ്ക്ക്? അല്ല ചേച്ചി, സ്പോർട്സിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തോ മത്സരം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സമയമായിരിക്കും. എപ്പോഴത്തെ ഫോട്ടോ ഓർമ്മയുണ്ടോ? ഞാൻ ചെറിയ കുട്ടിയാണ്. ഞാൻ നാഷണൽ സ്പോർട്സ് ആയിരുന്നു. അപ്പൊ എന്നെ പിടിച്ചിരുത്തി ഫോട്ടോ എടുത്തതാണ് സ്കൂളിൽ നിന്ന്. അങ്ങനെ ഇത് മാത്രല്ല എന്റെ വേറെ ഫോട്ടോസ് ഉണ്ട്. കാണിക്കട്ടെ, സ്വൈപ്പ് ചെയ്യട്ടെ. ഇത് കല്യാണത്തിന് പോയതാ ആരുടെ കൂടെ? വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ ചേച്ചി. ഒട്ടും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നോ? അല്ല, ക്യാമറമാൻ. ഈ ഫോട്ടോ എന്തോ ഞാൻ കണ്ടിട്ടുണ്ട്. മദർ അടിപൊളി അടിപൊളി. ഓക്കെ, ഇത് ശ്രീ കൊടുത്തതാണ് 100%. നൈസ് ഫോട്ടോ. ഇത് ആ ശ്വേതാജീനെയൊക്കെ നമ്മൾ മൂവീസിൽ കണ്ടിട്ടുണ്ട്. അതേ ആ ഒരു ഇത് ശ്രീ തന്നിണ്ടെങ്കിൽ മൂപ്പരുടെ കഷ്ടകാലം തുടങ്ങി. ശ്വേതാജിയുടെ കുട്ടിക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്തയിലേക്ക് പോകാന്നുള്ള നോക്കാം. നെക്സ്റ്റ് നോക്കട്ടെ. ദുൽഖർ
അതെ ഞാൻ പറയാൻ വരുമായിരുന്നു അല്ലേ. ഇത് ഏത് വയസ്സിലായിരിക്കും, മാസമായിരിക്കും ഇത് 21ാമത്തെ വയസ്സിൽ പറ. ഓട്ടടാ ഭയപ്പെടുത്തേടി. അതാ ചോദിക്കുന്നേ, മാസമായിരിക്കും. അല്ല അന്നും ഇന്നും ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുക. അടുത്ത ഫോട്ടോ നോക്കട്ടെ, വളർന്നോ നോക്കട്ടെ. എവിടെ? ഓ മണ്ണും ചാരി കേട്ടിട്ടുണ്ടോ? തെങ്ങും ചാരി ഓന ചാരിയ. ചേട്ടാ ഇത് സ്കൂളാണോ കോളേജാണോ? ആണോ? കൊള്ളാം. നമുക്ക് അടുത്ത റെഡി ആണോ? ആരായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളത് നോക്കിക്കോ. സർപ്രൈസ് ആയിട്ട് ഹിയർ കംസ് ദ പിക്ചർ. ഇതാരാന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റിയോ? നീ എങ്ങനെ മനസ്സിലായി? നീയാണത്? ഞാനാണോ? അല്ല, അത് ഡയാനയാണ്. കരഞ്ഞ എന്തിനാ? എന്താ അന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ? ഇല്ലില്ല, അത് റോസാ ചെടിയുടെ മുകളിൽ ഏറിയിരിക്കണേ. ചാച്ചാജി എയർ ഹോസ്റ്റസ്. പരിപാടിക്കൊക്കെ പോയി സ്പീച്ച് പറഞ്ഞിട്ടുണ്ടോ? ആണോ? സ്കൂളിലാണോ? ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ ഞാൻ അന്നത്തെ ചാച്ചയാണ്. അതെല്ലാം നല്ലതാ, നന്നായിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കിട്ടും. ഭയങ്കര ചേഞ്ച് ഉണ്ട് കേട്ടോ. അന്ന് നന്നായിരുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം ആരുടെയാന്നുള്ളത്. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നോണ്ടിരിക്കുക. നെക്സ്റ്റ്. പണ്ടൊക്കെ ട്രൈ കിട്ടുമായിരുന്നു. ഒരിക്കലും പറയില്ലാക്കില്ലെന്ന്. സത്യം, ഒരു റിച്ച് കിഡ് ആയിരുന്നു. ആ വലിയ വീട്ടിൽ അവൻ ഒറ്റ രാജകുമാരൻ. ഇത് എന്നാ മറ്റേ ബാപ്റ്റിസ്റ്റ് അല്ല, ഹോളി കമ്മ്യൂണിയൻ അല്ലല്ല, ഇതെന്റെ മാമന്റെ കല്യാണം. ഓ അന്നൊക്കെ ട്രൈ ഇടുവോ? അന്ന് എനിക്ക് ബോയാതാ. അല്ലല്ല, അന്ന് ഏതോ സിനിമ എന്തോ കണ്ടിട്ട് ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് വേണമെന്ന് കരഞ്ഞിട്ട് മാമന്റെ കല്യാണത്തിന് മാമ എനിക്ക് മേടിച്ചത്. എന്നിട്ട് ആ കല്യാണത്തിന് ഓവർ ഡ്രസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ? ഞാൻ മാത്രമേ പിള്ളേരെല്ലാം നിക്കറും ഷർട്ടും, ഞാൻ മാത്രം കോട്ടൊക്കെ ഇട്ട് ചാലിച്ച പിള്ളേർ. നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം അഖിലിന്റെ. വലിയ മാറ്റമൊന്നുമില്ല കോളേജില്. ഇത് കണ്ടിട്ടാണോ നിന്റെ ആദ്യത്തെ പ്രണയം? ഈ പ്രായത്തിലാണ് പ്രേമിച്ചാൻ നടന്നതാണ് കോളേജ്. അവരേത് സിറ്റുവേഷനിലും നിങ്ങളെ വിട്ട് പോകാൻ പാടില്ലാത്തതാണ്. കണ്ടിട്ടാണ് ഓക്കെ പറഞ്ഞല്ലേ? നൈസ്. ഇഷ്ടപ്പെട്ടോ അഖിൽ? സൈഡിൽ കെട്ടിട്ടേക്കണം. എന്നാ ശരിക്കും സത്യത്തിൽ നാടോട് നൃത്തം. ഓ കളിക്കണം. ഇവിടെ ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു നാടോട് നൃത്തം ചെയ്യണം. അങ്ങനെയല്ല, ഇതെങ്ങനെയാണ് സംഭവം? അതായത് പോയിന്റ് കൂട്ടാൻ വേണ്ടിട്ടേ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിന് എല്ലാ ഐറ്റംസിനും പേര് കൊടുക്കും. ആൺകുട്ടികളുടെ നാടക നൃത്തത്തിന് ആരും കൊടുക്കൂല പേര്. ഞാൻ പേര് കൊടുത്ത് കളിച്ച. അടിപൊളി. ഓക്കെ, നമുക്ക് എന്നാ അടുത്ത ഫോട്ടോ കണ്ടാലോ? അടുത്ത ഫോട്ടോ വരട്ടെ. Come on, let's see. അതൊന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ശ്രീവിദ്യ ആയിരിക്കും. രാഹുലും ശ്രീവിദ്യ. എന്റെ അനിയനെ ഉണ്ണി. അത് മേളിലേക്കണം, ഞാൻ താഴെ. ശ്രീവിദ്യ കൊള്ളാലോ, നല്ല കണ്ണാണല്ലോ. ഭയങ്കര വലിയ കണ്ണാണ്, നാടൻ ലുക്ക്. നൈസ്. ഓക്കെ, നെക്സ്റ്റ് ശ്രീവിദ്യയുടെ അടുത്ത ഫോട്ടോ എങ്ങനെ കാണട്ടെ. ഇത് ഇന്നലെ എടുത്തതാ. +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്തോ. ഇത് ഞാൻ പല അശ്വതി അച്ചുവിന്റെ പ്രൊഫൈൽ എന്താല്ലേ നമ്മളെ ടീനേജിന്നും അല്ലെ ചൈൽഡ്ഹുഡ് ടീനേജ് അവിടുന്ന് പെട്ടെന്നുള്ള ഒരു ജമ്പ് ആൻഡ് ചേഞ്ച് ആൻഡ് ഓൾ. ബട്ട് നൈസ്. എന്തോ നിന്റെ ഒന്നും കാണിക്കും. ഓക്കെ, വരട്ടെ. എന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഞാനാണോ എന്നുള്ളത്. അന്നേ ഞാൻ ഇത് തന്നെയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. തുണി. അതാ പറയാൻ വന്നേ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഭയങ്കര ടോംബോയ് ആയിട്ടാ നടന്നത്. അപ്പൊ എപ്പോഴും ജീൻസും ടോപ്പും ഒക്കെ ആയിരുന്നു. ഈ ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അമ്മ എനിക്ക് മേടിച്ചു തന്നെയാ. ചിട എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അമ്മേനെ പെണ്ണായി കാണാൻ വേണ്ടി നോക്കി കുപ്പിവളയൊക്കെ ഡൽഹിയിലായിരുന്നു ഇത്. അപ്പൊ കിട്ടു വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ. എന്റെ നെക്സ്റ്റ് ഫോട്ടോ വരട്ടെ. ഓ എന്റെ അമ്മ. അതാ അത് ഞാൻ അപ്പുറത്തേക്ക് എന്റെ അപ്പൻ, ഫ്രിക്കത്തിയായ എന്റെ അമ്മ, സഞ്ജു സാംസൺ. ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ട്രോൾ ഇല്ലെങ്കിൽ എന്റെ ഒരു ഫോട്ടോ ഉണ്ട് ബോബ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതെടുത്തപ്പോ അവിടെയുള്ള എല്ലാരും വിചാരിച്ചതല്ല, എല്ലാരും പറഞ്ഞത് സച്ചിന്റെ കുട്ടിക്കാലം പോലെ ഉണ്ടായിരുന്നു. എന്തിന് ഇതൊക്കെ കേൾക്കാൻ നമ്മൾ ഇരുന്ന് കൊടുക്കുന്നു? എനിക്ക് സഞ്ജു സാംസൺ എന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് അതുപോലെ ചുരുണ്ട മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളി സമയം കഴിഞ്ഞു. ഇതിനാണല്ലേ ലാസ്റ്റ് സർപ്രൈസ് ആണെന്ന് പറഞ്ഞ എന്റെ ഫോട്ടോ വെച്ചത്. ഈശ്വരാ, എന്റെ കുടുംബക്കാരെ കണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. അവസാനം എനിക്ക് എന്റെ പണി കിട്ടിയല്ലോ. വൈൻഡപ്പ് ചെയ്താലോ? കൂടുതൽ ഇതിന്റെ പഴയ കഥ ഇന്ന് ഞാൻ പുഴുകും എന്നൊക്കെ. അപ്പൊ അടുത്ത ദിവസം കാണാം. ഈ സ്വീറ്റ് മെമ്മറീസ് ഒക്കെ നമുക്ക് ഇങ്ങനെ എപ്പോഴും മനസ്സോട് ചേർത്ത് വെച്ച്
നെക്സ്റ്റ് ഡേ കാണാതിരിക്കും. ബൈ ഫ്രം കബഡി മാസ്റ്റേഴ്സ്.